ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഇലിസ്ട്രേഷൻ നമ്പർ 39 ആണ്. ഇലിസ്ട്രേഷൻ നമ്പർ 39 ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ദ പ്രോഗ്രസീവ് മാനുഫാക്ചറിംഗ് കമ്പനി മാനുഫാക്ചേഴ്സ് ഓൺ മെയിൻ പ്രോഡക്റ്റ് ആൻഡ് 2 ബൈ പ്രോഡക്ട്സ്. ഡേറ്റ ഫോർ മന്ത് ആർ ഷോൺ ബിലോ. അപ്പോൾ പ്രോഗ്രസീവ് മാനുഫാക്ചറിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു മെയിൻ പ്രോഡക്റ്റും അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ 2 ബൈ പ്രോഡക്റ്റും ചെയ്യുന്നുണ്ട്. അതിന്റെ മെയിൻ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസും ബൈ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. മെയിൻ പ്രോഡക്റ്റിന്റെ സെയിൽസ് വാല്യൂ എത്രയാണ്, ബൈ പ്രോഡക്ട്സ് ആയ എയുടെയും ബിയുടെയും സെയിൽസ് എത്രയാണ്, ദെൻ മാനുഫാക്ചറിംഗ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ബിഫോർ സെപ്പറേഷൻ കോസ്റ്റ്, ആഫ്റ്റർ സെപ്പറേഷൻ കോസ്റ്റ് എത്രയാണ്, ദെൻ റേഷ്യോ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെല്ലിംഗ് കോസ്റ്റ് തന്നിട്ടുണ്ട്. സെല്ലിംഗ് കോസ്റ്റ്, ടോട്ടൽ സെല്ലിംഗ് കോസ്റ്റിനെ 3 പ്രോഡക്റ്റിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട റേഷ്യോ തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഇൻ സെയിൽസ് തന്നിട്ടുണ്ട്. അസ്യൂമിങ് നോ ബിഗിനിങ് ആൻഡ് എൻഡിങ് ഇൻവെന്ററീസ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഇൻവെന്ററീസ് അവിടെ ഇല്ല, നമ്മൾ അസംഷൻ എടുക്കണം എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോർഷൻ ദ ജോയിന്റ് കോസ്റ്റ് എമംഗ് മെയിൻ പ്രോഡക്റ്റ് ആൻഡ് ദ ബൈ പ്രോഡക്റ്റ്. നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ജോയിന്റ് കോസ്റ്റും ജോയിന്റ് കോസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന മെയിൻ പ്രോഡക്റ്റിനും ബൈ പ്രോഡക്റ്റിനായിട്ട് അപ്പോർഷൻ ചെയ്യണം. ഇതാണ് നമ്മുടെ ജോലി. അപ്പം ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഒരു കോസ്റ്റ് മിസ്സിംഗ് ആണ്. സെല്ലിംഗ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സെല്ലിംഗ് കോസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടില്ല. നെറ്റ് പ്രോഫിറ്റ് ഇൻ സെയിൽസ്, പ്രോഫിറ്റിന്റെ പെർസെന്റേജ് തന്നിട്ടുണ്ട്, സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സെല്ലിംഗ് കോസ്റ്റ് തന്നിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് എപ്പോഴും നമുക്ക് ആ ഒരു റെപ്രസെന്റേഷൻ നമുക്ക് വേണം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്ന 2 പ്രോഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇതുവരെയുള്ള പോയിന്റ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ആണ്. ദെൻ ഇവിടെ ഉള്ള സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെയുള്ള കോസ്റ്റിനാണ് നമുക്ക് ജോയിന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് സെപ്പറേഷൻ കോസ്റ്റ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാനുഫാക്ചറിംഗ് കോസ്റ്റ് കിട്ടുക. മാനുഫാക്ചറിംഗ് കോസ്റ്റിന്റെ കൂട്ടത്തിൽ പ്ലസ് മാനുഫാക്ചറിംഗ് കോസ്റ്റ് പ്ലസ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ, ഇഫ് എനി ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യുക. ദെൻ സെല്ലിംഗ് കോസ്റ്റ് ആഡ് ചെയ്യുക. ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഈ ടോട്ടൽ കോസ്റ്റിന്റെ കൂട്ടത്തിൽ നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെയിൽസ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സെല്ലിംഗ് കോസ്റ്റ് ഇല്ല, സെല്ലിംഗ് കോസ്റ്റ് മിസ്സിംഗ് ആണ്. എത്ര നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് സെയിൽസ് ഉണ്ട്, പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇതുണ്ട്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് ആവും. ഈ ടോട്ടൽ കോസ്റ്റിൽ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാം. മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആയത് ഇവിടുത്തെ ജോയിന്റ് കോസ്റ്റും ഇവിടുത്തെ സെപ്പറേറ്റ് എക്സ്പെൻസസ് അല്ലെങ്കിൽ സെപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ അഡീഷണൽ കോസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫർദർ കോസ്റ്റ് എന്ന് പറയാം. ആ കോസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാനുഫാക്ചറിങ് കോസ്റ്റും കിട്ടും. ഇതെല്ലാം തമ്മിലുള്ള ബാക്കിയുള്ള എല്ലാം നമ്മളിലുണ്ട്. മാനുഫാക്ചറിംഗ് കോസ്റ്റ് ഉണ്ട്. മാനുഫാക്ചറിംഗ് കോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ജോയിന്റ് കോസ്റ്റ്, സെപ്പറേഷൻ കോസ്റ്റും ആണ്. ഇത് 2 കോസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇത് 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ മാനുഫാക്ചറിംഗ് കോസ്റ്റ് കിട്ടും. ദെൻ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിൽ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെല്ലിംഗ് കോസ്റ്റ് തന്നിട്ടില്ല, മിസ്സിംഗ് ആണ്. ടോട്ടൽ കോസ്റ്റ് ഉണ്ട്. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള സാധനങ്ങളെല്ലാം കോസ്റ്റിലുണ്ട്. പ്രോഫിറ്റ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും ബാലൻസിങ് ഫിയർ ആയിരിക്കും സെല്ലിംഗ് കോസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ചെയ്യാം. Statement of computation of selling costs. Total sales. Total sales എന്ന് പറയുന്നത് മെയിൻ പ്രോഡക്റ്റും ബൈ പ്രോഡക്റ്റിന്റെയും ടോട്ടൽ സെയിൽസ് ആണ്. അതായത് മെയിൻ പ്രോഡക്റ്റിനും ബൈ പ്രോഡക്റ്റിനോട് ചേർത്തിട്ട് 1,50,000 പ്ലസ് 12,000 പ്ലസ് 7,000 ഇവിടെ നമ്മൾ ആഡ് ചെയ്യണം. ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,69,000 റുപ്പീസ് നമുക്ക് കോസ്റ്റ് കിട്ടും, അല്ല ടോട്ടൽ സെയിൽസ് കിട്ടും. ദെൻ ടോട്ടൽ സെയിൽസിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കുറയ്ക്കണം. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ മെയിൻ പ്രോഡക്റ്റിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിന്റെ 20% ആണ്. ഇവിടെ സെയിൽസ് എന്ന് പറയുമ്പോൾ മെയിൻ പ്രോഡക്റ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ 1,50,000 റുപ്പീസ് ആണ് അതിന്റെ ടോട്ടൽ സെയിൽസ്. അതിന്റെ 20% അതിന്റെ പ്രോഫിറ്റ് ആണ്, ദാറ്റ് ഈസ് 30,000. ദെൻ ബൈ പ്രോഡക്റ്റ് ആയ എക്ക് വരുമ്പോൾ അത് 12,000 റുപ്പീസ് ആണ് അതിന്റെ സെയിൽസ് എന്ന് പറയുന്നത്. അതിന്റെ 15%, അതിന്റെ 15% എന്ന് പറയുമ്പോൾ
നമുക്ക് കിട്ടുന്നത് 1800 ആണ്. ബിക്കുള്ളത് ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോൾ 7000 ആണ്. അതിന്റെ 10% ദാറ്റ് ഈസ് 700. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 3000, 4000, 4000, 5500 ആണ് നമുക്ക് വരുന്നത്. സോറി 30,000 പ്ലസ് 1800 പ്ലസ് 700 ആണ്. അപ്പൊ നമുക്ക് 32,500 ആണ്. സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. ഈ സെയിൽസ് ആണ് 1,69,000. ഈ പ്രോഫിറ്റ് ആണ് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് ആയ 32,500. ഇതിൽ നമുക്ക് ഇത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 1,36,500 ആണ്. 1,36,500. ഈ 1,36,500 ഇന്ന് നമുക്ക് സെല്ലിംഗ് എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് മാനുഫാക്ചറിംഗ് കോസ്റ്റ് കിട്ടിയതിന് അൺഫോർച്ചുനേറ്റ്ലി ഈ ക്വസ്റ്റ്യൻ എന്തില്ല, സെല്ലിംഗ് കോസ്റ്റ് ഇല്ല. അത് കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നമുക്ക് ലെസ് ജോയിന്റ് എക്സ്പെൻസസ് കുറയ്ക്കാം. ഇത് നമുക്ക് വിടാം. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും ജോയിന്റ് എക്സ്പെൻസും ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസസും, അതായത് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ക്വസ്റ്റ്യനിലുണ്ട്, സെപ്പറേഷൻ എക്സ്പെൻസ് ഉണ്ട്, ജോയിന്റ് എക്സ്പെൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മളെങ്കിൽ ലെസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ബാലൻസിംഗ് ഫിയർ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞിരിക്കുന്ന സെല്ലിംഗ് കോസ്റ്റ് കിട്ടും. അപ്പോൾ ദെൻ നമുക്ക് ജോയിന്റ് എക്സ്പെൻസസ് കുറയ്ക്കാം. ബിഫോർ പ്രിപ്പറേഷൻ, അതായത് ബിഫോർ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ സെപ്പറേഷൻ പോയിന്റിന് മുമ്പേ ഉള്ള കോസ്റ്റ് ആയിട്ട് മെയിൻ പ്രോഡക്റ്റ് ഒരു 75,000 റുപ്പീസ് വന്നിട്ടുണ്ട്. അത് ബിഫോർ സെപ്പറേഷൻ ആണ്. ലെസ് ജോയിന്റ് കോസ്റ്റ്, അതാണ് ബിഫോർ സെപ്പറേഷൻ എന്ന് എഴുതിയിരിക്കുന്നത്. 75,000 ലെസ് ചെയ്യണം. ദെൻ നമുക്ക് ആഫ്റ്റർ സെപ്പറേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേഷൻ കോസ്റ്റ്, സെപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 23,000 പ്ലസ് 2,200 പ്ലസ് 1,800. ഓക്കെ, നമ്മൾ ഇത്രയും കൂടെ ആഡ് ചെയ്തെടുക്കുമ്പോൾ 27,000 റുപ്പീസ് ആണ് നമുക്ക് സെപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ലെസ് ചെയ്യണം. ദെൻ നമുക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട്. ലെസ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 12,000 പ്ലസ് 1,500 പ്ലസ് 1,000. ഓക്കെ, അപ്പോ 14,500 എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആണ്. ഇത് നമുക്ക് ലെസ് ചെയ്യണം. ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമുക്ക് എന്തെന്ന് പറയുന്നത് സെപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ലെസ് ചെയ്ത് നോക്കാം. 1,36,500 മൈനസ് 75,000 മൈനസ് 27,000 മൈനസ് 14,500. ഓക്കെ, അപ്പൊ 20,000 റുപ്പീസ് എന്നാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്ന സംഗതി കിട്ടിയിരിക്കുന്നത്. ഈ ജോയിന്റ് കോസ്റ്റ് നമുക്ക് 75,000. ദെൻ സെപ്പറേഷൻ കോസ്റ്റ് ടോട്ടൽ, എക്കും ബിക്കും ഉള്ള സെപ്പറേഷൻ കോസ്റ്റ് ടോട്ടൽ എന്ന് പറയുന്നത് 27,000. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മാനുഫാക്ചറിംഗ് കോസ്റ്റ് ആവുന്നത്. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും ടോട്ടൽ 14,500 ഉണ്ട്. അത് നമ്മൾ ലഭ്യമായിട്ട് ബാലൻസിങ് ഫിഗർ ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ സെല്ലിംഗ് കോസ്റ്റ് ആയിട്ടുള്ള 20,000 റുപ്പീസ് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കൃത്യമായിട്ടും 1,36,500 തന്നെ കിട്ടും. വേണമെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സെല്ലിംഗ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം, നമ്മുടെ ഇവിടെ ശരിക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻ അല്ല ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോർഷൻ ദ ജോയിന്റ് കോസ്റ്റ് among the മെയിൻ പ്രോഡക്റ്റ് ആൻഡ് ദ ബൈ പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ജോയിന്റ് കോസ്റ്റ് ആയ 75,000 ടോട്ടൽ ആണ് അവിടെ തന്നിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ജോയിന്റ് പ്രോഡക്റ്റ് ബാക്കിയുള്ള എല്ലാവർക്കും, എക്കും ബിക്കും എല്ലാവർക്കും നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. Statement of apportionment of joint cost. Okay, particulars. Main product, by product aya A, B, then total.
ഓക്കെ. ദെൻ നമുക്ക് ഫസ്റ്റ് സെയിൽസിൽ നിന്ന് തുടങ്ങാം. സെയിൽസ്, ഓരോ പ്രോഡക്റ്റിന്റെയും സെയിൽസ് നമ്മൾ സെപ്പറേറ്റ്ലി ഞാൻ റെക്കോർഡ് ചെയ്യുന്നു. 1,50,000, ദെൻ 12,000, 7,000, ടോട്ടൽ 1,69,000. സെയിൽസിന് ഞാൻ പ്രോഫിറ്റ് ലേസ് ചെയ്യുന്നു. പ്രോഫിറ്റ് തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓരോ ഇതിന്റെ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് ടോട്ടൽ പ്രോഫിറ്റ് എടുത്തതാണ്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 32,500 ആണ്. നമ്മളിവിടെ ഡയഗ്രാമിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഓരോ പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ സെയിൽസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 30,000 വരും, ഇവിടെ 1,800, 700. സെയിൽസിന്ന് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. ഓരോ പ്രോഡക്റ്റിന്റെയും ഒരു പറഞ്ഞിരിക്കുന്ന മെയിൻ പ്രോഡക്റ്റിന്റെയും ബൈ പ്രോഡക്റ്റ് ആയ എയുടെയും ബിയുടെയും സെപ്പറേറ്റ് ടോട്ടൽ കോസ്റ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ 1,20,000 എന്ന് കിട്ടും. ദെൻ ഇവിടെ വരുമ്പോൾ 10,200 എന്ന് കിട്ടും. നമുക്ക് 6,300 എന്ന് കിട്ടും. ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് 1,36,500 എന്ന് കിട്ടും. ഓക്കെ. ദെൻ സെല്ലിംഗ് എക്സ്പെൻസസ്. ടോട്ടൽ കോസ്റ്റ് കിട്ടി. ടോട്ടൽ കോസ്റ്റിന്റെ തൊട്ട് മേളിൽ 20,000 റുപ്പീസ് സെല്ലിംഗ് എക്സ്പെൻസസ് ഉണ്ട്. ഈ 20,000 റുപ്പീസ് സെല്ലിംഗ് എക്സ്പെൻസസിന് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റേഷ്യോ മേളിൽ തന്നിട്ടുണ്ട്. റേഷ്യോ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 85%, 10%, 5%. അപ്പൊ 20,000 റുപ്പീസിന്റെ 5% എന്ന് പറയുന്നത് 1,000 റുപ്പീസ് ആണ്. ഇതിന്റെ 10% എന്ന് പറയുന്നത് 2,000 റുപ്പീസ് ആണ്. അപ്പൊ നമുക്ക് അത് ബാക്കി നമുക്ക് 85% എന്ന് പറയുന്നത് 17,000 റുപ്പീസ് ആയിരിക്കും. ഓക്കെ. 20,000 റുപ്പീസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതിന്റെ 85%, 10%, 5%, അങ്ങനെ നമുക്ക് അത് അപ്പോഷൻ ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ സെയിൽസ് എക്സ്പെൻസസ് ആയി. ദെൻ നമുക്കിനി എടുക്കേണ്ടത് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. സെല്ലിംഗ് ടോട്ടൽ കോസ്റ്റിൽ നിന്നും സെല്ലിംഗ് എക്സ്പെൻസസ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുഫാക്ചറിംഗ് കോസ്റ്റ് കിട്ടും. പറഞ്ഞു മാനുഫാക്ചറിംഗ് കോസ്റ്റ് ബാക്ക് കാൽക്കുലേഷൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജോയിന്റ് കോസ്റ്റും സെപ്പറേഷൻ കോസ്റ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മാനുഫാക്ചറിംഗ് കോസ്റ്റ് ആണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 12,000, then 1,500, then 1,000, അങ്ങനെ മൊത്തം 14,500 ആണ് നമ്മുടെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് മാനുഫാക്ചറിംഗ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാം. മാനുഫാക്ചറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ആയ 1,20,000 നിന്നും സെല്ലിംഗ് എക്സ്പെൻസസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസും കുറച്ച് കഴിഞ്ഞാൽ മതി. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് എന്തെന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. 1,20,000 മൈനസ് 17,000 മൈനസ് 12,000. ഓക്കെ, 91,000 ആണ് നമുക്ക് കിട്ടുന്ന മാനുഫാക്ചറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ മാനുഫാക്ചറിംഗ് കോസ്റ്റിനകത്ത് എന്തൊക്കെയുണ്ട്? ഈ ജോയിന്റ് കോസ്റ്റും സെപ്പറേഷൻ കോസ്റ്റും ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. അല്ലെ അഡീഷണൽ കോസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ 91,000, then 6,700, then 4,300. ഇത്രയും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1,02,000 എന്ന് വരും. ഓക്കെ, ദെൻ നമുക്ക് വരുന്നത് മാനുഫാക്ചറിംഗ് കോസ്റ്റിൽ നിന്നും നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഷെയർ ഓഫ് ജോയിന്റ് എക്സ്പെൻസസ് ഓരോ പ്രോഡക്റ്റിന് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. സെപ്പറേഷൻ കോസ്റ്റിൽ തന്നിട്ടുണ്ട്. ഈ മാനുഫാക്ചറിംഗ് കോസ്റ്റിൽ നിന്നും സെപ്പറേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ പോയിന്റിലുള്ള ഓരോന്നിന്റെ ഷെയർ നമുക്ക് കൃത്യമായി കിട്ടും. അപ്പൊ നമുക്ക് സെപ്പറേഷൻ കോസ്റ്റ് ലെസ് ചെയ്യാം. സെപ്പറേഷൻ കോസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ കോസ്റ്റിൽ തന്നിട്ടുണ്ട് സെപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 23,000, 2,200, then 1,800. അങ്ങനെ ടോട്ടൽ വരുമ്പോൾ സെപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 27,000 വരും. ഓക്കെ, അത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 27,000. ഇതിന്റെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ്. ഓക്കെ, അപ്പൊ 91,000 നിന്ന് 23,000 നമ്മൾ ലെസ് ചെയ്യണം. അപ്പൊ 68,000 എന്ന് നമുക്ക് ഇവിടുത്തെ ജോയിന്റ് കോസ്റ്റ് കിട്ടും. മെയിൻ പ്രോഡക്റ്റിന്റെ ജോയിന്റ് കോസ്റ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് 6,700 നിന്ന് 2,200 ലെസ് ചെയ്യണം. അപ്പൊ നമുക്ക് 4,500 കിട്ടും. 4,500 ആണ് ബൈ പ്രോഡക്റ്റ് ആയ എയുടെ ജോയിന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്.
ദെൻ 4300 നിന്ന് 1800 ലെസ് ചെയ്യണം. അപ്പോൾ 2500 ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രോഡക്റ്റ് ബിയുടെ ബൈ പ്രോഡക്റ്റ് ആയ ബിയുടെ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ 75,000. ക്വസ്റ്റനിൽ കൃത്യമായിട്ട് ഇത് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 75,000 കിട്ടും. ക്വസ്റ്റനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് ബിഫോർ സെപ്പറേഷൻ, അതായത് ബിഫോർ സെപ്പറേഷൻ എന്ന് വെച്ചാൽ ഈ സെപ്പറേഷൻ പോയിന്റ് ആണ്. ഈ സെപ്പറേഷൻ പോയിന്റിന് മുമ്പേയുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ജോയിന്റ് കോസ്റ്റ് ആണ്. ആ ജോയിന്റ് കോസ്റ്റിന്റെ വേറൊരു പേരിലാണ് ബിഫോർ സെപ്പറേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ 75,000 തന്നേക്കുന്നത്. ആ 75,000 റുപ്പീസ് ആണ് നമ്മുടെ ജോയിന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ കൃത്യമായിട്ടും സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. തൊട്ടടുത്ത ഇലിസ്ട്രേഷൻ ആണ് ഇലിസ്ട്രേഷൻ നമ്പർ 40. ഇൻ എ ഫാക്ടറി producing joint products of two varieties, the following data are extracted from the books. Sales of product X and Y. X എന്ന് പറയുന്ന Y എന്ന് പറയുന്ന രണ്ട് ജോയിന്റ് പ്രോഡക്ട്സ് ആണ് ഒരു പ്രൊഡക്ഷൻ നടക്കുന്നത്. അതിന്റെ സെയിൽസ് വന്നിട്ടുണ്ട് 7,50,000. ടോട്ടൽ സെയിൽസ് ആണ്. അതിന് റിക്വയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് അതൊക്കെ തന്നിട്ടുണ്ട്. ഫിക്സഡ് ഓവർഹെഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേണ്ടത് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. The analysis of sales revealed that percentage of sales of product X is 66.667%. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 7,50,000 റുപ്പീസിന്റെ 66.667% എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എക്സിന്റെ എന്താണ് സെയിൽസ് ആണ്. മാനേജ്മെന്റ് contemplates to process further joint product so that they could be sold at higher rates. Facilities for this are available. Additional expenditure for the further process and total sales anticipated at a higher selling price are given below. Make recommendations presenting the effect of the proposal. അപ്പോൾ ഇവിടുത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ അഗൈൻ നമ്മളൊരു അഡീഷണൽ ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ അപ്പോൾ 7,50,000 എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പോയിന്റിലുള്ള സെയിൽസ് ആണ്. സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് എന്ന് പറയും. സ്പ്ലിറ്റ് ഓഫ് പോയിന്റുള്ള സെയിൽസ് ആണ് 7,50,000. ഓക്കെ, ഇതിന്റെ 66.6667% എന്ന് പറയുന്നത് എക്സിനുള്ളതും ബാക്കിയുള്ള റീമൈനിങ് പോർഷൻ 33.333% എന്ന് പറയുന്നത് പ്രോഡക്റ്റ് വൈനുള്ള സെയിൽസ് ആണ്. അത് സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് ആണ്. മാനേജ്മെന്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ എഗെയിൻ നമ്മൾ ഫർദർ പ്രോസസ്സിംഗ് നടത്തി കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എക്സിന്റെയും വൈന്റെയും സെല്ലിംഗ് ടോട്ടൽ ഹൈ സെല്ലിംഗ് പ്രൈസിൽ നമുക്ക് അവർക്ക് സെല് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതിന്റെ ഒരു ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് എത്ര, അതായത് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഗതിയാണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. ഇതുവരെയുള്ള കോസ്റ്റിനെ ജോയിന്റ് കോസ്റ്റ് എന്ന് പറയും. നമുക്ക് കോസ്റ്റിൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നല്ല, ഞാൻ ഒന്നുകൂടെ റീകളക്ട് ചെയ്യാണ്. ഇത്രയും ഏരിയയിൽ അഡീഷണലി ആകുന്നതാണ് നമുക്ക് സെപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു അഡീഷണൽ സെപ്പറേഷൻ കോസ്റ്റ് ഇൻക്ലൂഡ് ആകുമ്പോൾ നോർമലി സെയിൽസും കൂടണം. കോസ്റ്റ് കൂടുമ്പോൾ സെയിൽസും കൂടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഇല്ല. ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെപ്പറേഷൻ കോസ്റ്റ് കൂടുമ്പോൾ സെയിൽസും കൂടും. അപ്പം ഈ ഒരു സെപ്പറേറ്റ് അഡീഷണൽ പ്രോസസ്സിന് നമ്മൾ ഈ പ്രോഡക്റ്റ് എക്സിനെയും പ്രോഡക്റ്റ് വൈനെയും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിധേയമാക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ സെയിൽസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ 7,50,000 ആണ് നമുക്ക് ഇവിടെ വരുന്ന നോർമലി ഉള്ള സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെ വെച്ചിട്ട് നമ്മൾ അതിന്റെ എക്സും വൈ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 7,50,000 റുപ്പീസിന്റെ സെയിൽസ് നടക്കത്തുള്ളൂ. എഗെയിൻ നമ്മൾ ഫർദർ പ്രോസസ്സിംഗ് നമ്മൾ വിധേയമാക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് എക്സും വൈക്കും ഹയർ സെയിൽസ് പ്രൈസിന് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും സെയിൽസ് കൂടും. എത്രയാണോ അഡീഷണൽ സെയിൽസ് കൂടുന്നത് അതാണ് ഇൻക്രിമെന്റൽ സെയിൽസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന സെയിൽസിന് നമ്മൾ ഇൻക്രിമെന്റൽ ഓർ അഡീഷണൽ സെയിൽസ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ അഡീഷണൽ സെയിൽസ് ഇൻക്ലൂഡ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ ആയിട്ട് എഴുതാൻ വേണമെന്നുണ്ടെങ്കിൽ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഈക്വൽ ടു incremental sales minus incremental cost. Okay, incremental means additional അല്ലെങ്കിൽ separation എന്നാണ്. അപ്പോൾ അഡീഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അഡീഷണൽ സെയിൽസ് മൈനസ് അഡീഷണൽ കോസ്റ്റ് ആണ്. ആ അഡീഷണൽ എന്ന ടേമിനെയാണ് ഞാൻ റീപ്ലേസ് ചെയ്ത് ഇൻക്രിമെന്റൽ എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഇൻക്രിമെന്റൽ ഓർ അഡീഷണൽ പ്രോഫിറ്റ് ഈക്വൽ ടു ഇൻക്രിമെന്റൽ സെയിൽസ് മൈനസ് ഇൻക്രിമെന്റൽ കോസ്റ്റ് ആണ്.
ദെൻ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. സെയിൽസ് ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ് അവിടെ ഒരു ടേബിളിനകത്ത് തന്നിട്ടുണ്ട്. സെയിൽസ് ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിൽക്കുന്നില്ല, എഗെയിൻ ഫർദർ പ്രോസസ്സിംഗ് കഴിഞ്ഞതിന് ശേഷം വിൽക്കുന്ന സെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സെയിൽസ് ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗും സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഇവിടുത്തെ അഡീഷണൽ സെയിൽസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. Then sales after further processing എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എക്സ്, പ്രോഡക്റ്റ് വൈ, ടോട്ടൽ പ്രോഡക്റ്റ് എക്സ്. പ്രോഡക്റ്റ് എക്സിന് എത്രയാണ്? ഫസ്റ്റിൽ തന്നിട്ടുണ്ട് 6 lakh rupees ആണ്. പ്രോഡക്റ്റ് വൈക്ക് എന്ന് പറയുന്നത് 3 lakh rupees ആണ്. അങ്ങനെ ടോട്ടൽ വരുന്നത് 9 lakh rupees ആണ്. ഓക്കെ, ദെൻ സെയിൽസ് രണ്ടാമത്തത് സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ്. സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫിന്റെ ടോട്ടൽ 7,50,000 എന്ന് കോസ്റ്റിൽ തന്നിട്ടുണ്ട്. അതാണ് സെയിൽസ് ബിഫോർ ഫർദർ പ്രോസസ്സിംഗ്. ഈ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഇവിടെ നിന്ന് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെ എത്തുമ്പോൾ നമ്മൾ സെൽ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മൊത്തം എക്സിനെ വൈനും കൂടെ ചേർത്തിട്ട് 7,50,000 rupees നമുക്ക് സെൽ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിന്റെ 66.667% എന്ന് പറയുന്നത് എക്സിനുള്ളത്, ബാക്കി റിമൈനിങ് 33.33% എന്ന് പറയുന്നത് വൈക്കുള്ളതാണെന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദ അനാലിസിസ് ഓഫ് ദ സെയിൽസ് റിവീൽസ് ദാറ്റ് ദ പെർസെന്റേജ് ഓഫ് ദ സെയിൽസ് ഓഫ് പ്രോഡക്റ്റ് എക്സ് 66.66 എന്ന് പറയുന്നത് 2/3 എന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് റീഡ് ചെയ്യുന്നതാണ്. കറക്റ്റിൽ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 2/3 എന്ത് ചെയ്യുക, നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റർ എടുത്തിട്ട് 2/3 എന്ന് അടിക്കുമ്പോൾ 0.666 എന്ന് കിട്ടും. അത് കിടക്കുന്ന 66 ആഡ് ചെയ്താൽ മതി. അപ്പോൾ 66.666% എന്ന് ഞാൻ എന്നെ റീഡ് ചെയ്യും. അപ്പോൾ 7,50,000 66.66% എടുത്തു കഴിഞ്ഞാൽ 5 lakh കിട്ടും. അപ്പോൾ റിമൈനിങ് 2,50,000 ആണ് 33.33% എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഇൻക്രിമെന്റൽ ഓർ അഡീഷണൽ സെയിൽസ് എന്ന് പറയുന്നത്. അഡീഷണൽ സെയിൽസ് എന്ന് പറയുന്നത് ഡിഫറൻസ് 1 lakh, ഇവിടെ ഒരു 50,000, ടോട്ടൽ 1,50,000. ഈ അഡീഷണൽ സെയിൽസ് ആണ്. ഈ ഒരു അഡീഷണൽ ഒരു ഇൻക്രിമെന്റൽ കോസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ആയിട്ട് നമ്മൾ അഡീഷണലി ജനറേറ്റ് ചെയ്ത സെയിൽസ്. ഓക്കെ, ഈ ഏരിയയിലും ഈ പർട്ടിക്കുലർ ഏരിയയിലുള്ള സെയിൽസ് അഡീഷണൽ ഓർ ഇൻക്രിമെന്റൽ സെയിൽസ്. ഇതിൽ നമുക്ക് അവിടുത്തെ ഒരു അഡീഷണൽ കോസ്റ്റ് കുറച്ചാൽ മതി. അഡീഷണൽ കോസ്റ്റ് അവിടെ അഡീഷണൽ മെറ്റീരിയൽ, അഡീഷണൽ ലേബർ ഒക്കെ തന്നിട്ടുണ്ട്. ദെൻ ലെസ് ഇൻക്രിമെന്റൽ കോസ്റ്റ് മെറ്റീരിയൽ 50,000, 20,000, total 70,000. Labor 20,000, 8,000, total 28,000. ഓവർഹെഡ് അവിടെ തന്നിട്ടില്ല, പക്ഷെ ഓവർഹെഡിന്റെ റിലേഷൻ തൊട്ട് മേളിലത്തെ പാർട്ടി തന്നിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 150% ഓഫ് ലേബർ ആണ്. ലേബറിന്റെ 150% ആണ്. അപ്പോൾ 150% ഓഫ് ലേബർ. ഓക്കെ, 20,000 rupeesന്റെ എക്സിന്റെ സിറ്റുവേഷനിൽ 20,000 150% ആണ്. അപ്പോൾ അത് 30,000 rupees എന്ന് വരും. വൈക്ക് വരുമ്പോൾ 8,000 150% ആണ്. 8,000 150% എന്ന് പറയുമ്പോൾ 12,000 എന്ന് വരും. 42,000 ടോട്ടൽ ലെസ് ചെയ്യുക, കോസ്റ്റ് എല്ലാം ലെസ് ചെയ്യുക. ഇൻക്രിമെന്റൽ ഒരു അഡീഷണൽ സെയിൽസ് നമ്മളെ ഇരിപ്പുണ്ട്. അതിൽ നിന്ന് ഇൻക്രിമെന്റൽ ഒരു അഡീഷണൽ കോസ്റ്റ് നമ്മളങ്ങ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് കിട്ടും. ഇതാണ് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അഡീഷണൽ ഓർ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഇത്രയും പാർട്ടിൽ അഡീഷണൽ പ്രോസസ്സിംഗ് വിധേയമാക്കുമ്പോൾ പ്രോഡക്റ്റ് എക്സും പ്രോഡക്റ്റ് വൈയും ഒക്കെ അഡീഷണലി ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിനാണ് ഇൻക്രിമെന്റൽ ഓർ അഡീഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻക്രിമെന്റൽ ഓർ അഡീഷണൽ സെയിൽസ് മൈനസ് ഇൻക്രിമെന്റൽ ഓർ അഡീഷണൽ കോസ്റ്റ് ലെസ് ചെയ്ത് കൊടുത്താൽ അതിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ്. ഇൻക്രിമെന്റൽ ഓർ അഡീഷണൽ സെയിൽസ് എന്നും അതിന്റെ കോസ്റ്റ് ആയ 50,000, 20,000, 30,000 നമ്മൾ ലെസ് ചെയ്യുന്നു. അപ്പോൾ പ്രോഡക്റ്റ് എക്സിന് എന്തില്ല? 0 ആണ്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 50,000 + 20,000 + 30,000 1 lakh ആണ്. പ്രോഡക്റ്റ് എക്സിന് പ്രോഫിറ്റ് ഇല്ല. നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ ആണ്. പ്രോഡക്റ്റ് വൈയെ സംബന്ധിച്ചുള്ള 50,000 rupees പ്രോഫിറ്റ് ഉണ്ട്. ദെൻ നമുക്ക്
20,000, 8,000, 12,000. അപ്പോൾ നമുക്ക് 20,000, 20,000, 40,000 റുപ്പീസ് കോസ്റ്റ് ഉണ്ട്. 50,000 നിന്ന് ഈ 3 ഡിജിറ്റ്സും കുറയ്ക്കുമ്പോൾ 10,000 റുപ്പീസ് നമ്മുടെ പ്രോഫിറ്റ് കിട്ടും. ദെൻ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എക്സ് എന്ന് ഇതിന് നമുക്കിവിടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫർദർ പ്രോസസ്സിങ്ങിന് വിധേയമാക്കാതിരിക്കുന്നതാണ് ബുദ്ധി. അതിന്റെ റീസൺ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ വെച്ച് സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അഡീഷണൽ കോസ്റ്റിന് നമുക്ക് മുടക്കുന്ന അത്രയും കൂടെ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. പക്ഷെ പ്രോഡക്റ്റ് വൈയെ സംബന്ധിച്ചിടത്തോളം അത് ഫർദർ പ്രോസസ് ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ഫർദർ പ്രോസസ് ഓൺലി ദെൻ വി ക്യാൻ മേക്ക് അഡീഷണൽ ഓർ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആസ് 10,000. ഓക്കെ, അഡീഷണൽ പ്രോഫിറ്റ് ആണ് 10,000 റുപ്പീസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് എക്സ് വെറുതെ ആണ് ഫർദർ പ്രോസസ്സിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്നാൽ നമുക്ക് അഡീഷണൽ പ്രോഫിറ്റ് ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ പ്രോഡക്റ്റ് വൈ എന്ന് പറയുന്നത് എന്താണ്, അഡീഷണൽ പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ 10,000 റുപ്പീസോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റിന്റെ പാർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.